വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദന ക്രിയേഷൻസ്. അപ്പൊ ഞങ്ങള് 1.5 മാസമല്ല 1.5 വർഷത്തിന് ശേഷം കേരളയിൽ പോവാണ്. എന്തിനു പോകുന്നു അതും കൂടെ പറ. കല്യാണത്തിന് പോവാണ്. എന്റെ കസിനായിട്ട് വരും. അച്ഛന്റെ കസിന്റെ മോളുടെ കല്യാണം. യെസ്. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഇനി ഞങ്ങൾ കേരളയിലുണ്ടാവും. അപ്പൊ നമ്മളിവിടെ 3 ബാഗ് എടുത്തിട്ടുണ്ട്. 3 വലിയ ഷൂട്ട് കേസും പിന്നെ ഒരു ചെറിയ ബാഗും പിന്നെ ഫുഡ് എടുക്കാനുള്ളൊരു ബാഗും കൂടെ എടുത്തിട്ടുണ്ട്. അതാ ഗൈസ് നന്ദു എൻട്രി. അപ്പോ അമ്മയും നന്ദു ഇവിടെ ഒരുങ്ങി നിൽക്കുന്നു. അച്ഛൻ ഒരുങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ പോകുന്നതിന്റെ തിരക്കിലാണ്. നമുക്കിപ്പോ രാവിലെ സമയം 5:15 നമ്മൾ 5:30 ഇറങ്ങാൻ വിചാരിച്ചിരിക്കുക. 7:20 ട്രെയിൻ. നമ്മൾ ഇറങ്ങാൻ പോവാണ്. അതാ നന്ദു 2 ഷൂട്ട് കേസ് ആയിട്ട് വരുന്നുണ്ട്. അമ്മ ഒരു ഹായ് പറഞ്ഞു ഞങ്ങളുടെ വ്ളോഗിലേക്ക്. ഹായ്. അച്ഛനും അമ്മയും. നമ്മളിവിടെ താഴെ ഒരു ഗണേശന്റെ വിഗ്രഹം ഉണ്ട്. അവിടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അച്ഛൻ ഓട്ടോക്കാരനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഓട്ടോയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ 7:20 വെളുപ്പ് വരുന്നേ ഉള്ളൂ. വെളുപ്പൊന്നും വന്നിട്ടില്ല ഒത്തിരി. ഞങ്ങൾ 6:30 ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് ഗേറ്റിന്റെ അവിടെ എത്തി. അങ്ങനെ സാധനമൊക്കെ ഇറക്കൊണ്ടിരിക്കുന്നു. നന്ദു ഒന്ന് സഹായിക്കടി. അങ്ങനെ എല്ലാ ബാഗും ഇറക്കി. അമ്മ എല്ലാം ഉണ്ടോ നോക്കിയോ? നമ്മൾ 5ാം നമ്പർ ഗേറ്റിന്റെ അവിടെ കൂടെയാണ് കയറിയത്. അപ്പൊ ഇതാണ് നമ്മൾ പോവേണ്ട ട്രെയിൻ, കൊല്ലം വിശാഖ എക്സ്പ്രസ്. ഞങ്ങളുടേത് B1 ഇത് നമ്മുടെ ആണെന്ന് തോന്നുന്നല്ലേ ആദ്യത്തെ ബോഗി. അപ്പൊ നന്ദു അമ്മയൊക്കെ പുറത്തോട്ട് കയറി. ഞാൻ പിന്നെ കാണിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ടായി. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഓർത്ത് വീഡിയോ എടുക്കുന്ന കാര്യം. അമ്മ എവിടെ ഇരിക്കുന്നു, ജോലി ചെയ്യുന്നു. ഉള്ളത് പറയാനില്ല. ഇവിടെ കുറെ പാറ്റുണ്ട്. ഇവിടെയൊക്കെ വെള്ളപ്പൊക്കെ ആയിട്ട് കുറേ ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്തായിരുന്നു. ഞങ്ങളുടെ ട്രെയിനും ക്യാൻസലാവുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ദൈവം കാത്തു, ഞങ്ങളൊന്നും ക്യാൻസലായില്ല. സെക്കൻഡ് പാർട്ടായിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും. അതുവരേക്കും